ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞത് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയാണ്, എന്നുവെച്ചാൽ ഉടമ്പടി മാതാവാണ്, അവരാണ് ഉടമ്പടി മാതാവ്. ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏതറ്റം വരെ സ്വന്തം മകൻ്റെ കൊലച്ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് പോലും ദൈവത്തിൻ്റെ വചനം പാലിച്ച ആളാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ പിതാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പിതാവ് ചോദിച്ചു വാട്ട് ഈസ് യുവർ മിഷൻ, നിങ്ങളുടെ മിഷൻ എന്താ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അത് ഞങ്ങളെ കോൺസെക്രേഷൻ ഓഫ് ദോസ് ഹൂ ആർ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. അതായത് ഞങ്ങൾക്ക് കോൺസെക്രേഷൻ ലൈഫുണ്ട്, അച്ഛന്മാർക്ക് കോൺസെക്രേഷൻ്റെ ലൈഫാണ്, സിസ്റ്റേഴ്സിന് കോൺസെക്രേറ്റഡ് ലൈഫാണ്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി സാക്ഷ്യപ്പെട്ട് ജീവിച്ചുകൊള്ളാവുന്ന ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ് ആണ്, നോട്ട് കാത്തലിക്സ്, നോട്ട് ഓൺലി കാത്തലിക്സ്. കാത്തലിക്സ് മാത്രമല്ല, നോൺ കാത്തലിക്സ് മാത്രമല്ല, ഹോൾ ക്രൈസ്റ്റ് ഹോണർ, ക്രൈസ്റ്റിനെ രക്ഷകനായിട്ട് മനസ്സിൽ ഹോണർ ചെയ്യുന്ന എല്ലാവരെയും കോൺസെക്രേറ്റ് ചെയ്യുക. അവർക്കൊരു കോൺസെക്രേറ്റ് ലൈഫ്, അവർക്ക് വിശുദ്ധ ജീവിതം, ഐക്യ ജീവിതം, സാക്ഷ്യ ജീവിതം പ്രദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അങ്ങനെ കേരള സഭയിൽ, ലോകസഭയിൽ അങ്ങനെ ഒരു മിഷൻ ഇല്ല. ശരിക്കും പ്രീച്ചിങ്ങൊക്കെ ഉണ്ട്, ഇവാഞ്ചലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അതായത് ക്രൈസ്റ്റ് ഹോണറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺസിനെ എങ്ങനെയാണ് കോൺസെക്രേറ്റ് ചെയ്യുക, വചനാധിഷ്ഠിതമായി കോൺസെക്രേറ്റ് ചെയ്തിട്ട് അവരെ വചനത്തിൻ്റെ വിത്തിൻ നോ ടൈം അവരെ സാക്ഷികളാക്കി മാറ്റുന്ന ഭയങ്കരമായ ഒരു സംഭവമാണ് ഉടമ്പടി നടക്കുന്നത്. അപ്പം അത് നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മനുഷ്യൻ കോൺസെക്രേറ്റ് ചെയ്യണത്? കോൺസെക്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യും, ശക്തീകരിക്കുകയും ചെയ്യും. ഒരേ സമയത്ത് തന്നെ മനുഷ്യൻ വിശുദ്ധീകരിക്കുമ്പോഴും ശക്തീകരിക്കുമ്പോഴും അവൻ എന്തായിട്ട് മാറും? അവന് ഒരു മനുഷ്യൻ ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കണത്? വിശുദ്ധീകരിക്കുകയും ചെയ്യും, അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം. അപ്പം ശക്തീകരിക്കാൻ നമുക്ക് എന്ത് പറ്റും? അധികാരവും ബലവും ഉണ്ടാകും. അധികാരവും ബലവും ബൈബിളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും. സത്താനെപ്പോലും അവൻ ശാസിച്ച് മാറ്റുമ്പോൾ ജനങ്ങളുടെ കമൻ്റ് അതാണ്. ലുക്കാൻ്റെ സുവിശേഷം 4:36 എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. ഇപ്പം അധികാരത്തോടും ശക്തിയോടും കൂടി കൽപ്പിക്കുകയും, ഇപ്പം വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും. ഇത് ഒരു ഫ്രഷ് ഹാൻഡ്സിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും. ആത്മീയ അധികാരം ഉണ്ടാകും. ഒരു പുതിയ, ഇപ്പം നിങ്ങളൊരു ഉടമ്പടി എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. പക്ഷേ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, അവിശ്വസ്തത കാണിച്ചാൽ ചിതറിപ്പോകും. നമ്മൾ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന്. ബൈബിളിൽ 2 ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല. ഒന്നെങ്കിൽ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം. 2 ഉള്ളൂ. അപ്പം ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ നെഹേമിയ എന്തുകൊണ്ടാണ് അവിടെ ചിതറിപ്പോയെന്ന് പറയുന്നുണ്ട്. നെഹ്യം 1:8 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ നെഹെമ്യ 1:8 അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. പ്രശ്നം അതാണ്.
ചേർന്ന് നമുക്ക് ദൈവവുമായിട്ടുള്ള ഇടപാടിൽ 2 സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം. സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനൻ്റൽ ബേസുള്ള എംപവറിങ് ആണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കണത്. നമ്മളിങ്ങനെ അംബിഗസായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലക്ക് അനുസരിച്ച് പോണതല്ലേ. അങ്ങനെയല്ല. ഇത് ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ്. 2+2 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും 3.99 ഒന്നുമല്ല, അത് 4 അത് തന്നെയായിരിക്കും. കവനൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ്. അപ്പം നമ്മൾ കവനിൽ എന്താ ചെയ്യണത്, എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും. ഇപ്പം ഇന്നലെ മെർലിൻ ജോയി എന്ന് പറഞ്ഞൊരു മോള്, ഈ ഉടമ്പടി യുവതയുടെ ആഘോഷമാണ്. ശരിക്കും യുവതയുടെ ആത്മീയ ആഘോഷം. അത് കൃപാസനത്തിൽ വന്ന് കാണേണ്ട കാഴ്ചയാണ്. എല്ലാവരും തന്നെ 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ 6 പേരും ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കും. അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ട ഞെട്ടിപ്പോവും. 60 വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് 20 വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ. ഇന്നലെ മെർലിൻ ജോയ് എന്ന് പറയുന്ന MSc പറഞ്ഞിരിക്കണത്, അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുകയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അതാണ് ആൾക്കാരുടെ ഒരു ടീച്ചിങ് ഉണ്ടായി. ഇപ്പോൾ മെർലിൻ ജോയ് പറയണത്, എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പോൾ ചേർന്ന് നിൽക്കാനാണെന്ന്. അയ്യോ, എന്നാ ഒരു വർത്തമാനാ. അപ്പോൾ അവൾ പറയും, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉടമ്പടിയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പഠിപ്പിച്ച ഉടമ്പടിയാണ്. ഇപ്പം ഞാൻ +2-ലാണ് വേദപാഠം പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന വിശ്വസ്തയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എല്ലാം ഉടമ്പടിയാണ്. ഉടമ്പടി ജീവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ സീറോ മലബാർ സഭയിൽ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉടമ്പടിയുടെ വേദപാഠവും 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിശ്വസ്ത വേദപാഠവും മെർലിൻ പറയണത് ഇൻ്റർകണക്റ്റഡ് ആണത്. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഉടമ്പടിയാണ്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മെർലിന് സുന്ദരമായിട്ട് പറയാൻ കാര്യം, ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഒരച്ഛനുമാകാതെ കന്യാസ്ത്രീയുമാകാതെ അവർ ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞ പിതാവിനോട്, ഹോൾ കോൺസെക്രേറ്റഡ് ലൈഫ് ഓഫ് ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. ക്രൈസ്റ്റിനെ ഹോണർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശുദ്ധ ചേർന്ന നിൽപ്പിൻ്റെ ജീവിതം. ഇവർ പറയുന്ന അവതരിപ്പിക്കുന്ന രീതി അതാണ്. എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, തളരുമ്പോൾ ചാരി നിൽക്കാൻ ഒരാൾ, അതാണ് എൻ്റെ ദൈവം. തളരുമ്പോൾ ചാരി നിൽക്കാൻ. അത് എന്ത് വല്ലാത്ത വെച്ചാൽ, അപ്പോൾ അത് തളർന്നു കഴിഞ്ഞാൽ ചാരി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കണത്, അതിന് വിശ്വസ്തതയാണ് നമുക്ക് ആവശ്യം. ചിതറിപ്പോകാം, ചേർന്ന് നിൽക്കാം. ഉടമ്പടിയിലുണ്ടാകുന്ന നമ്മുടെ കയ്യിലാണ് എൻ്റെ താക്കോല് മൊത്തം ഇരിക്കുന്നത്. നമ്മൾക്ക് അവിശ്വസ്തത കാണിച്ചപ്പോൾ നെഹേമ്യ 8 എന്താ പറയണത്, 1:8 എന്താ പറയണത്, നിങ്ങൾ ചിതറിപ്പോയി. കാരണം എന്താണ്, എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ല, അവിശ്വസ്തത കാണിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിയിലൂടെ അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് വിശ്വസ്തത കാട്ടി ചേർന്ന് നിന്നുകൊണ്ട് ബലം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മൂഡ് ഇൻ മൂഡ് ഔട്ട്, മൂഡ് സ്വിങ്സ് എന്ന് പറയണത് മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. രാവിലെ ഉണ്ടായിരുന്ന ഒരു ആംബിയൻസൻസ് അല്ല വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ്. ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡലിറ്റിക്ക് അറിയാവുന്നത്. പക്ഷെ ദൈവവുമായിട്ടുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മൂഡ് സ്വിങ്സ് ഉണ്ടായാലും ദൈവത്തിന് അതുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയണത്, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന.
2 തിമോഥെയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇതാണ് സദ്വാർത്ത. ഇങ്ങനെയുള്ള 3 ലക്ഷത്തോളം വാക്കുകളാണ് ബൈബിളിലുള്ളത്. ബൈബിൾ ആകത്തുക, ബൈബിള് വായിച്ചാൽ ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തറയപ്പിതാവിൻ്റെ പ്രസംഗം കേട്ടില്ലേ? അതായത് ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ്. പിതാവ് പറയണത് നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല. ബൈബിളിന് ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങൾ വിശ്വസ്ത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും. ഇപ്പോൾ വേദപാഠം തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ, കാര്യം മനുഷ്യൻ്റെ വചനത്തെക്കാളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്രില്യൻസാണ് പലപ്പോഴും വേദപാഠങ്ങളിൽ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് തീഷ്ണതയില്ലാത്തത്. തീഷ്ണത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ചലിക്കായിരിക്കണം. കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണത്? ഇവൻ്റെ വചനം. ഇപ്പം 4:36 നമ്മൾ കേട്ടില്ലേ? ഇവരെന്തൊരു അധികാരമാണ്, ഇവരെന്തൊരു ശക്തിയാണ്. അതെവിടുന്നാണ് വരണത്? അധികാരിയത എവിടുന്നാണ് വരണത്? അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ്. അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റോമ 1:16. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. പറഞ്ഞ്, ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ലോകത്ത് പലതരം ശക്തിയുണ്ടല്ലേ? പാർട്ടിയുടെ ശക്തിയില്ലേ? ഇപ്പം പാർട്ടിയുടെ അകത്ത് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ നോക്കിയാൽ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ കുത്തുന്നത് കാണിക്കാം, പാർട്ടിയുടെ അകത്ത് തന്നെ നയിക്കുന്നത് കാണാം. അപ്പോൾ അത് ശൈഥില്യം വരണതാണ്. എന്ത് വരണത്? ഇങ്ങനെ സിസ്റ്റം എങ്ങനെയാണ്? ഈ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇത് തുടങ്ങിയ ആൾക്കാർ തന്നെ പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയർ ഉണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ടൈം കഴിയുമ്പോൾ അകത്തുള്ള ഫെയിലിയർ പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ഡിസറഗ്രേറ്റ് ആയി പോണതില്ല. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതുപോലെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു രീതിയിലൊരു സെക്കൻഡ് കമ്മിങ് ഇങ്ങനെ വരും. എല്ലാ സിസ്റ്റത്തിനും ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടാവും. അകത്ത് തന്നെ ശൈഥില്യം ആരംഭിക്കും. സഭയ്ക്കും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും. വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. ശൈഥില്യം അകത്തുനിന്ന് തന്നെ ഉണ്ടാകും. ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ച് പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. അല്ല, അഡ്ഹേഴ്സീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് ദൈവസ്നേഹമാണ് ശരിക്കും. ഉടമ്പടി ഉള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഇങ്ങനെ ശൈഥില്യം സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ്, അല്ലെങ്കിൽ വസ്തുസ്നേഹമാണ്. ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ IELTS, നിങ്ങളുടെ PR, നിങ്ങളുടെ കാനഡ, നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ വസ്തു വിൽപ്പന, അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹമെന്ന് പറയും. അവിടെ വ്യക്തിസ്നേഹമില്ല. നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പടിയുടെ കാലമെല്ലാം ആൾക്കാർ വസ്തുസ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. അതിനകത്ത് വ്യക്തിസ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുക, ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന് ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത, ചിതറി നിൽക്കുന്നത് അവിശ്വസ്തത എന്ന് പറയും. അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്ഹേഴ്സീവ് പവർ എന്താണ്? അത് വ്യക്തിസ്നേഹമാണ്. ആരോട്? ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം. എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കാൻ. ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്വത്തോടെ. ഇപ്പം പേരൻഹുഡ് പല രീതിയിലില്ലേ? പേരൻഹുഡ്, ഒരു കുഞ്ഞ് വളർന്നു വരുന്ന മുമ്പ് തന്നെ അടുത്തത് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദിത്തരമായ ജന്മമാണത്. ഒരു കുഞ്ഞ് വളർന്നാലും മുലകുടി മാറുന്ന 3 മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ഇറസ്പോൺസിബിൾ പാരൻഹുഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെയാണ് വീണ്ടും മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ പുറത്തുള്ള ആൾക്കാർ അതിനെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻഹുഡ് എന്ന് പറയും.
ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് 2 കൊല്ലമൊക്കെ മുലകുടിയൊക്കെ കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ പാരൻ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ബോധപൂർവ്വം അപ്പം നമ്മളിതിന് ഈ ഉടമ്പടിയിൽ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ റെസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല. നമ്മളിങ്ങനെ അപ്പോൾ റെസ്പോൺസിബിൾ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ശ്രീയ രജ്ജു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം. ശ്രീയ രജ്ജുവിൻ്റെ ചേർന്ന് നിൽപ്പിൻ്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ്. ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നോൺ ക്രിസ്ത്യൻ ലേഡി. അവർക്ക് ആ കുഞ്ഞിന് അധികം വയസ്സില്ല, 22 വയസ്സ് 23 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത്. അവരെന്നാ പറയണമെന്നറിയാമോ? അവർ പറഞ്ഞു, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. അതെന്തിനാ അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീട് പണിപ്പോൾ 3/4 ഇപ്പോൾ ഇവിടെ പറയണത്, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. ആൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥല എടുത്തെങ്കിലും അവർക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോകണമെന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്നിട്ട് ആൾ തന്നെത്താൻ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടി മുറി കൊടുക്കണമെന്ന് അറിയാമോ? ആൾക്കാർ എന്നോട് ചോദിക്കും, ഞാനൊരു നോൺ ക്രിസ്ത്യൻ അല്ലേ, എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം വെച്ചിരിക്കണമെന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ? അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാനാണെന്ന്. എന്തിനാണ്? അപ്പം ഞാൻ കർത്താവിനെക്കുറിച്ച് അവരോട് പറയും, ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന്. എന്തൊരു ദൈവസ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം. ആരാധന ആരാധന. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈൻ മനസ്സിലായില്ലേ? എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാർ ചേർന്നങ്ങടെ നിൽക്കണത്. കർത്താവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുകയല്ലേ, സ്നേഹത്തിൽ താൻ ചേർന്ന് നിൽക്കുന്ന. അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാനവനെ മാനിക്കും. സങ്കീർത്തകൻ്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്ന് നിൽപ്പ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സംഭവം ഈ രക്ഷയും സംരക്ഷണവും വരണത് ചേർന്ന് നിൽപ്പിന്നാണ് വരണത്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരണ്ട അനുഷ്ഠാനങ്ങളും വരണ്ട ആചാരങ്ങളും അനാചാരങ്ങളായി മാറും. ആചാരമില്ലേ? ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ? ഉപ്പിടുമ്പോഴൊരു ആചാരമുണ്ട്, ഉടമ്പടി തൈലം തേക്കുമ്പോഴൊരു ആചാരമുണ്ട് ഇല്ലേ? ഉടമ്പടി തൈലം എടുത്ത അപ്പം തന്നെ ആചാരം ചെയ്യും. ഈ ആചാരം അർത്ഥമറിയാതെ ചെയ്താൽ എന്ത് പറ്റും? ആചാരത്തിന് എന്ത് പറ്റും? അതിനാണ് അനാചാരം എന്ന് പറയണത്. അർത്ഥമറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ, എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കാട്ടിക്കൂട്ടുന്നു. അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ പറയണത്? അനാചാരം എന്ന് പറയും. ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല. അനാചാരം എന്ന് പറഞ്ഞ ആചാരം എന്ന് പറഞ്ഞ ഒരു ബോധമാണ്. അർത്ഥം അറിഞ്ഞ് ചെയ്യണം. ഇപ്പം തന്നെ ഈ ശ്രീജയുടെ കാര്യം തന്നെ എടുത്ത്, ശ്രീജയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനും വെള്ളമില്ല,
തേപ്പിനും വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല അവിടെ. കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്. അത് നമുക്ക് ഒരു 10 ബക്കറ്റ് കിട്ടുമ്പോൾ കിണർ പറ്റിപ്പോവും. 10 ബക്കറ്റ് വെള്ളം കിട്ടുമ്പോൾ കിണർ പറ്റിപ്പോവും, കുടിക്കാനും പറ്റണില്ല. ഇപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ. അപ്പോൾ കുടിക്കാനും വെള്ളമില്ല, വീട് തേക്കാനും വെള്ളമില്ല. അപ്പോൾ അവളെന്ത് ചെയ്യും? അവൾ കൊണ്ടുവന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത്, നമുക്ക് ഉടമ്പടി ഒരു ജീവിതമാണല്ലോ. ഉടമ്പടി ഇരിക്കുന്നവർക്ക്, എനിക്ക് സത്യം പറഞ്ഞ് ഇതൊക്കെ ആദ്യം ഒറ്റ ശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ്, ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല. ഉടമ്പടി ബുക്ക് എഴുതണ ഒരു 72 മണിക്കൂറുണ്ട്. 75 പേജ് 72 മണിക്കൂർ കൊണ്ട് എഴുതണതാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം. ആദ്യം തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി. അയാളെന്നെ വിളിച്ച്, അച്ഛാ ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞ്. രതീഷാണ് അന്ന് തേൻ നിറക്കണം ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേലുമാക്ക്, തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല, അത് കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് നീ കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞ്. തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കണമെന്ന്. തേൻ ബൈബിളിലുള്ളതല്ല, അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ്. ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം. ആ 75 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത്. ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഇവിടെ കമ്മിറ്റി കൂടി സെനറ്റ് കൂടി തീരുമാനിക്കണമല്ല സംഭവം. ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല, ഒറ്റയടിക്ക് വന്ന വെളിപാടുകളാണ്. ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിൾ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ തല്ലാണ് കിട്ടിയിരിക്കണം ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ പ്രശ്നത്തിന് അതിൻ്റെ കാരണങ്ങളുണ്ട്, അയാളെ തല്ലാനുള്ള കാരണങ്ങൾ. അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കണുണ്ടായിരുന്നു, അതാണ് സംഭവം. അതിന് പൂട്ടുവീഴുന്ന വിചാരത്തിൻ്റെ പുള്ളിക്കാരൻ കാണിച്ചതാണ്. പക്ഷെ നമ്മൾക്ക് വിവേചനമുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി അതല്ല പ്രശ്നം. കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ്. ഇതിനൊരു വിവേചനമാണ്. അവൻ്റെ കടുത്തേക്ക് കയറി അവനെതിരെ കൊണ്ടുപോയി ഹലാളകണല്ല പ്രശ്നം. ആ പാഠത്തിൻ്റെ അകത്തൊരു പാഠമുണ്ട്, അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം. ഉടമ്പടി നിശബ്ദതയുടെ പ്രാർത്ഥനയാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടുന്നത്. Take the word of God. യോഹന്നാൻ 1:3. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. 1:3. സമസ്തവും അവനിലൂടെ ഉണ്ടായി. പറഞ്ഞ സമസ്തവും അവനിലൂടെ ഉണ്ടായി. അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. ഇത് വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് വിവേചിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു പറയണത് ഒരു ലോകത്താന്മാരായി പോകും. എല്ലാം മാനുഷികമായിട്ട് എടുക്കും, എന്നിട്ട് മുറിവേക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. അപ്പം ജഡിക അരൂപിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ജഡാരൂപിയാണ്. ഒരു മനുഷ്യനിൽ 3 അരൂപിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ. ഒന്ന് ജഡാരൂപി, ഒന്ന് ലോകാരൂപി, ഒന്ന് ദൈവാരൂപി. നമ്മളിതിൻ്റെ ഈ പ്രൊപ്പോർഷനുണ്ട് ഇതിൻ്റെ അകത്ത്. ജഡിക മനുഷ്യൻ എന്ന് പറയും, ബൈബിൾ പറയും. അപ്പോൾ അവന് 10% ജഡാരൂപി ആയിരിക്കും. അപ്പം ജഡിക മനുഷ്യന് വെളിപാടുകൾ പോഷത്വമാണെന്ന് പറയുന്നൊരു ബൈബിള്. ജഡിക മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ പോഷത്വമാണ്. അപ്പം അവനോട് കർത്താവ് പറയും, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ കൊണ്ട് വെതറിയിട്ട് കാര്യമില്ലെന്ന് പറയും. അതാ കാരണം ജഡിക മനുഷ്യൻ എല്ലാം നിങ്ങളിപ്പോൾ സംഭവിച്ചു, ഉടമ്പടി ഇങ്ങനെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും പെട്ടെന്ന്. പക്ഷെ ജഡിക മനുഷ്യൻ നീ കൈവിട്ട് കളയരുത്. ഈ ജഡിക മനുഷ്യൻ്റെ എവിടെയെങ്കിലും ഒരു കനൽ കാണും. അവന് നീ എപ്പോഴും ഇങ്ങനെ ആത്മഭാരത്തോടെ പിന്തുടരണം. അത് നിൻ്റെ ഭർത്താവായിരിക്കാം, ഇപ്പം നിന്നെ അംഗീകരിക്കണില്ല, അത് നിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മരുമകളായിരിക്കാം. അവൾ നിന്നെ എതിർക്കുന്നുണ്ട് ഉടമ്പെടുക്കുന്നതിൽ. കാരണം എന്ത് കഴിഞ്ഞാൽ അവളുടെ നാത്തുവിനോട് അവൾക്ക് ഭയങ്കര വെറുപ്പാണ്. നാത്തുവിനോടുള്ള വെറുപ്പ് അവളെടുക്കുന്ന ഉടമ്പടിയോടും കൂടി കൊടുക്കും.
എല്ലാ കാര്യങ്ങൾക്കും ഇത് അട്രിബ്യൂട്ട് ചെയ്യും, ആ വെറുപ്പ് അട്രിബ്യൂട്ട് ചെയ്യും, ചെയ്യും ഇങ്ങനെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീ ഫോളോ ചെയ്യണം. ഈ പിന്നെയും നമ്മൾ ഫോളോ ചെയ്യണം. പത്രോസും യൂദാസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്, കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ കെട്ടിത്തൂങ്ങിയവനാണ് യൂദാസ്. കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ ഫോളോ ചെയ്ത ആളാണ് പത്രോസ്. രണ്ടിൻ്റെയും കണ്ട, രണ്ടും ശിഷ്യന്മാരാണ്. രണ്ടിൻ്റെയും കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവുമായിട്ട് ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ സമയത്ത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും യൂദാസ് ഉടനെ നിരാശപ്പെട്ട് കെട്ടിത്തൂങ്ങും. തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് മനസ്സിലാകും. കാര്യം അവനുള്ളിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലെങ്കിൽ നീ തിരിച്ചു വരാൻ പാടായിരിക്കും. അവനെക്കുറിച്ച് കർത്താവ് പറയണത് പാഴ് ജന്മമായിപ്പോയത്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നല്ലേ പറയണത്, അല്ലേ? യൂദാസിനെക്കുറിച്ച് കർത്താവിൻ്റെ റിപ്പോർട്ട് എന്താ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ് ജന്മമായിപ്പോയി. ദൈവസ്നേഹമുള്ള പത്രോസ് എന്ത് പറ്റിയാണ്, പുള്ളിക്കാരൻ തള്ളി പറഞ്ഞതാണ്, ഇല്ലേ? തള്ളി പറഞ്ഞിട്ടും പിന്നെയും പുള്ളി കർത്താവിനെ അകലെ നിന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അകലെ നിന്ന് അനുഗമിച്ചു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 22:54. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതായത് ഇങ്ങനെയെല്ലാം സംഭവിച്ചു. പത്രോസിനെ ഡിസോൺ ചെയ്തതാണ് ക്രിസ്തു തന്നെ. ബൈപ്പേഴ്സ് നമ്മൾ ഡിസോൺ ചെയ്യുന്ന സമയമുണ്ട്. ബൈബിളിലുള്ളതാണ്, ആധ്യാത്മികതയിലുള്ളതാണ്. നിങ്ങളുടെ ഉടമ്പടി തന്നെ, നിങ്ങൾ എത്ര കർക്കശമായിട്ട് ഉടമ്പടി ചെയ്താലും ദൈവം പിന്നെ നിങ്ങളെ ഡിസോൺ ചെയ്യും. അപ്പോൾ ഈ ആധ്യാത്മിക അകത്തുള്ള പാക്കേജിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാലനായിട്ട് മാറും. കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊക്കെ കാലനായിട്ട് മാറും. കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് 10 ദിവസം ആളൂരി വെട്ടിയത്, അല്ലാതെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൻ്റെ പെണ്ണുമ്പിള്ളനെ രക്ഷിക്കാനും മക്കളെ രക്ഷിക്കാനും അല്ല. കർത്താവ് രക്ഷിക്കാനാണ് വാളൂരി വെട്ടിയത്. പക്ഷേ ആ ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് 10 ദിവസം കർത്താവ് എന്താ പറഞ്ഞത്, നിൻ്റെ വാള് ഉറയിലിടുക. അതാ സംഭവം. എന്നെ നീ വാളെടുത്തൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല. ഡിസോൺ ചെയ്ത് വാള് കർത്താവിന് വന്നിരിക്കുന്ന പ്രശ്നത്തിൽ ആ ഒറ്റ വർത്തമാനത്തിൽ 10-200 പേര് വടിവാളം കൊണ്ട് നിൽക്കുകയല്ലേ. പന്തങ്ങളും വിളക്കുകളും കുന്തങ്ങളുമായിട്ട് അവർ വന്നിരിക്കണമല്ല കക്ഷിയിൽ. ആ മുമ്പിലാണ് നിന്നുകൊണ്ടാണ് വാള് ഉറയിടാൻ പറയുമ്പോൾ പത്രോസ് നിരായുധനായി പോകും. നിൻ്റെ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ ക്ഷമ, ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ സഹനം നിന്നെ ഭൗതികമായിട്ട് നിരായുധീകരനാക്കും. നിൻ്റെ പണം എന്ത് ഉടമ്പടിയെടുത്ത് എന്ത് പറ്റി, കുറേ പൈസ നഷ്ടപ്പെട്ടു. ഉടമ്പടിയെടുത്ത് എന്ത് പറ്റി, കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടു. ഉടമ്പടിയെടുത്തിട്ട് എന്ത് പറ്റി, കുറേ കാര്യങ്ങൾ പഴയ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു വില ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വിലയില്ല. അവിടെ ഒരു 10 ജീവിയാണ്. മുന്നിക്കെട്ട് ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടത്തില്ല. പിന്നെ എന്നാ പ്രശ്നം, മുമ്പത്തെക്കാളും നമ്മുടെ സ്റ്റാറ്റസ് പോയി. ലോ സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ പ്രയോഗ വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിൽ ഒരു സെക്കൻഡ് പൗരനായിട്ട് മാറും കുടുംബത്തിൽ. പണ്ട് നമ്മുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കാപ്പി എടുത്താലും കുടിക്കത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ പോലും കുടി, നമ്മളിൽ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നമുക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് 4 മണിക്ക് കാപ്പിയാണ്. നമ്മുടെ ആരെടുത്ത് കുടിക്കത്തില്ല. എന്താ കാര്യം, നമ്മുടെ സ്വഭാവം അറിയാം. അടി മോന്തക്കെട്ട് പാർസൽ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ആ രാജ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ കാപ്പി അവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ അറിയാം, അമ്മ ആൻറ്റി ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവനെടുത്ത് കുടിക്കും. അത് നാട്ടുണ്ട്. നമ്മളവിടെ വാക്കിന് നമ്മുടെ സാന്നിധ്യത്തെ പോലും നമുക്ക് വിലയില്ലാതായി മാറുന്നു. ആരെപ്രതിയാണ് നീ ഇങ്ങനെ വിലയില്ലാണ്ടായത്? നമ്മളെല്ലാവരെയും പ്രതി വിലയില്ലാണ്ടായവൻ്റെ നാമത്തിലാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കുവാൻ നിന്നെ മാത്രം അനുഗമിക്കുവാൻ മാനുഷികമായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഉടമ്പടിയിൽ ഇതാണ് നമ്മൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നത്. കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റില്ലേ അവർ, ആ സ്റ്റാറ്റസ് അവർ ചേഞ്ച് ചെയ്യണമാണ്. കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ അവർ ഉരിഞ്ഞു മാറ്റിയായിരുന്നു. അർത്ഥം ഇവൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യും. ഒരു പിതാവുമില്ല,
ഒരു മാതാവുമില്ല, ആരുമില്ല. ഒറ്റക്ക് തല്ല്, തുണക്കെട്ടി ഒറ്റക്ക് തല്ലുകൊള്ളുന്ന യേശു ഒരു പവറാകണമെന്ന് പറഞ്ഞ് തല്ലുകൊള്ളുന്ന യേശു, കെട്ടി യേശു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊക്കെ കൈകെട്ടി യേശുവല്ലേ, നമ്മളാ കൈകെട്ടിയിരിക്കണേ, പിന്നെ യേശുവിനെ കാണുമ്പോൾ അതായത് മനുഷ്യൻ്റെ പവറിൽ നിന്ന് മാറിയിട്ട് ഡിവൈൻ പവർ സ്വീകരിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നുണ്ട്. ഉടമ്പടിയിൽ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഉടമ്പടിയുടെ പ്രയോഗത്തിൽ നിനക്ക് സ്റ്റാറ്റസ് ലോ ചെയ്യേണ്ടി വരും. നിൻ്റെ ഉടുപ്പുകൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നു, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പ് നീ ചെറുതാകുന്നു, കൊച്ചാകുന്നു, നിനക്ക് പണ്ടുണ്ടായിരുന്ന വിലയില്ലാണ്ടാകുന്നു. ഈ വിലയില്ലാണ്ടാകണത് ഒരു കൃപയുടെയും മഹത്വത്തിൻ്റെയൊക്കെ വഴികളിലൂടെയുള്ള ഈ മാനുഷികമായിട്ടുള്ള കുറേ സ്റ്റാറ്റസുകൾ. അവൻ പ്രകൃതിയ ദൈവമായിരിക്കുക, പ്രകൃതിയ ഉള്ള കാര്യങ്ങളൊക്കെ കുറപ്പം ചേഞ്ച് ചെയ്ത് വരും. പ്രകൃതിയ ടേക്ക് ദ ബെഡ് ഫോർ ഫിലിപ്പീൻസ് 2:7. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നിന്റെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ക്രിസ്തു എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത്? അതേ പ്രോസസ് ആൻഡ് ഫോർമുലയാണ് ഉടമ്പടി ലോ സ്റ്റാറ്റസിന് വരണത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് മെയ്യനങ്ങാതെ ഉടമ്പടി ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഉടമ്പടി സത്യത്തിൻ്റെ പ്രാർത്ഥനയാണ്, സത്യത്തിൻ്റെ ജീവിതമാണത്. അതിങ്ങനെ ലോ സ്റ്റാറ്റസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞ എന്താ അറിയാമോ, എനിക്ക് ആൾക്കാരെ കാണില്ല, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച്. ഞാൻ വേദപാഠ അധ്യാപകയാണ്, പക്ഷേ എനിക്ക് പൊതുജനങ്ങളെ കൺവിൻസ് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷെ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണില്ല. എന്താണ്, അവരെ ബോധ്യത്തിലെടുക്കാൻ പറ്റണില്ല. സോ ഞാൻ എന്ത് ചെയ്യും, വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനെന്ന് കഴിഞ്ഞാൽ ഒരു ആധ്യാത്മിക വില്ലനാണ്. ഒന്നിലും കോസാത്ത, ഒന്നിലും പതറാത്ത ഒരു മനുഷ്യൻ. 40 കൊല്ലം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പപ്പ, അവളുടെ മകനാണ്. പപ്പ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പപ്പ പറഞ്ഞ കാട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ഞെട്ട് നമ്മൾ. പപ്പയ്ക്ക് ഇങ്ങനെ ഒരു മകൾ ജനിക്കാൻ സാധ്യതയുള്ളൂ. പപ്പ 40 വർഷം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവിടെ വീട്ടിൽ പപ്പ പറയണത്, ഞാൻ ഓട്ടോ ഓടിക്ക് രാവിലെ വരുമ്പോൾ ഞാൻ വഴിവെക്കൽ എപ്പോഴും ഒരു കാണും, അമ്മ ഇരിക്കണ കാണും. അപ്പം ഞാൻ ഉച്ചക്ക് ചോറ് കെട്ടുമ്പോൾ ഞാൻ ഒരു ചോറ് കൂടി കെട്ടിയെടുക്കും. എന്തിനാണ്? 12 മണിയാകുമ്പോൾ 12:30 ആകുമ്പോൾ ഞാൻ അമ്മച്ചിട്ട് എനിക്ക് സാമ്പത്തികമായ ഒരു ക്ലേശം പഠിപ്പിക്കണം, കുടുംബക്കാരും നോക്കണുണ്ട്. അവർ അതറിയില്ല. ഓട്ടോറിക്ഷയുടെ വരുമാനം കൊണ്ട് ഒരു കൊല്ലത്തോലുമാണ് അധ്യാപകനാണെന്ന്. ചിലർ വിചാരിക്കുകയെ നമ്മുടെ ജോലിയല്ല, നമ്മൾ ഒരു പണിയും ഇല്ലാത്തവരാണ് പള്ളിയിൽ പോയി പണി ചെയ്യണത്. അല്ലെങ്കിൽ അവർക്കൊക്കെ തിന്നാനുണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ. അവർക്ക് പള്ളിയിൽ പോയി പണി ചെയ്താൽ എന്താ കുഴപ്പം? എല്ലാവരും അങ്ങനെ വിചാരിക്കണത്. അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്കപ്പെടും വേറെ ആൾക്കാർ ജോലി പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? നിങ്ങളെ പള്ളിയോട് അടുപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ പള്ളിയോട് കൂദാശകളാണെന്ന് പറയും,
നിങ്ങൾ സ്വന്തം വികാരിച്ചെടുത്ത് കുമ്പസാരിക്കാൻ പറയും. എന്താ കാര്യം? എവിടെ നിന്നാണ് സാക്രമെൻ്റ് നിങ്ങൾ സ്വീകരിച്ചത്? ദൈവം നിങ്ങളെ എവിടെ നിന്നാണ് നിങ്ങൾ കുദാശ സ്വീകരിച്ചത്? ആ കുദാശയുടെ ഉറവിടങ്ങളിലേക്ക് സഭയെ തിരിച്ചു കൊണ്ടുപോകണം. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, ഇപ്പോൾ ടെസ്റ്റ്, അതുപോലെ തന്നെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, അവരൊരു ഗ്രൂപ്പ്, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കും അവർ. അത് പിന്നെ ഇടവകയിൽ പ്രഷർ ഗ്രൂപ്പായിട്ട് മാറും. തന്നെയല്ല, അവർക്ക് ആവശ്യമില്ലാത്ത എത്രയോ വർഷം ഇരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പാണ് ഇടവക വർക്ക് ചെയ്യണത്. ആ ഗ്രൂപ്പാകുമ്പോൾ അവർ തന്നെത്താൻ ചിന്തിക്കണത്, ഇപ്പോൾ കാറ്റഗോമിയൻസ് ഉൾപ്പെടെയുള്ളവരും അവൻ്റെ ഉള്ളിലുള്ള അഹംബോധം എന്താണ്? അവർ നോട്ട് ഓർഡിനറി ക്രിസ്ത്യൻസ്, ഞങ്ങൾ അവരെ മറ്റുള്ളവരെക്കാൾ എന്തോ പുതിയ ആൾക്കാരാണ്, വലിയ ആൾക്കാരാണെന്നുള്ള ബോധം ഉണ്ടാകും. ഞാൻ ഈ ഗ്രൂപ്പുകളൊക്കെ ഒന്നും വിമർശിക്കുകയല്ല, ഇന്നത്തെ ഉള്ള ആൾക്കാർ സ്വയം വിമർശിക്കാൻ വേണ്ടി ഞാൻ പറയണതാണ്. അതായത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, സഭയുടെ അകത്ത് നിന്നുകൊണ്ട് മറ്റൊരു സഭ ഉണ്ടാക്കരുത്. സഭയുടെ കൂടെ നിന്നുകൊണ്ട് സഭയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഗുണം അതാണ്. കാര്യം സഭയെ ബലപ്പെടുത്തും. അതിപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ അവന് തോന്നും. 10 മിനിറ്റ് അവിടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ തോന്നും. അപ്പോൾ സഭയിലേക്ക് ഐക്യപ്പെടുത്തുകയാണ്. ആരെയും മതം മാറ്റുന്നില്ല. പക്ഷേ എന്താ ചെയ്യണത്? അവരുടെ മനസ്സ് മാറ്റി അവരുടെ സങ്കടങ്ങളിൽ അവരെ ചാരി നിൽക്കാൻ അവർക്ക് ബലമുള്ള തൂണ് കൊടുക്കുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതാണ് മെർലിൻ പറഞ്ഞത്, എനിക്ക് തളരുമ്പോൾ ചാരി നിൽക്കാൻ ഒരു തൂണാണ് ഉടമ്പടി എന്ന്. അതാണ് ഉദ്ദേശിക്കുന്നത്. തളർച്ച എല്ലാവർക്കും ഏത് സമയത്തും വരാം. പക്ഷേ ചാരി നിൽക്കാൻ, ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, 40 കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഈ കുടുംബം പോറ്റണത്. കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയത്, ഈ പ്രായമായ അമ്മയെ നോക്കണം, എല്ലാം അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി അദ്ദേഹം ഉടമ്പടി ജീവിക്കുകയാണ്. അതുകൊണ്ട് പപ്പ പണ്ട് ഉടമ്പടി എടുത്ത സമയത്ത്, പപ്പ ഇപ്പോഴും ഉടമ്പടിയിലാണ്, പപ്പയുടെ ഉടമ്പടിയുടെ പത്രം ഞാനാണ് പപ്പയും കൂടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. അപ്പനും മകളും കൂടിയാണ് പത്രം കൊടുക്കാൻ പോണത്. ഇപ്പോഴത്തെ ഈശോ പറഞ്ഞായിരുന്നു എൻ്റെ അടുക്ക 2-3 കൊല്ലം മുമ്പ്. കാലമാണ്. അവർ കർത്താവിലേക്ക് വന്നാൽ മറ്റ് 10 മനുഷ്യർ വന്നേക്കാൾ പവറായിരിക്കും. എന്താ കാര്യം? അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ലോകത്തിൻ്റെ വെല്ലുവിളികൾക്ക് പ്രതിരോധിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ബലം അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ വലിയ സാക്ഷികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ പത്രം കൊടുക്കുമ്പോൾ സ്റ്റാറ്റസ് ലോയിങ് ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ചെയ്യരുത്, കൊടുപ്പിക്കരുത്, ചോരരുത്. ഇതിന് അഭിമാനത്തോടെ, കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനത്തോടെ നിങ്ങളിത് കൊണ്ടേ കൊടുക്കണം. എനിക്ക് എന്താണ്, ഞാനിപ്പോൾ ആൾക്കാരൊന്നും കാണത്തില്ല. കാണണമെങ്കിൽ എന്ത് ചെയ്യും? എനിക്കറിയാം ഈ ഉടമ്പടി, ഇപ്പം ഞാൻ ആൾക്കാരെ എന്തിനാണ് കാണുന്നത്? കാര്യം ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ സംവിധാനം വൃത്തിയും മെനയുമായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ പരിശീലിപ്പിച്ചാൽ മതി. അത് വൃത്തിയും മെനയുമായിട്ട് അവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഒരച്ഛനും കപ്പനും ആൾക്കാരെ കാണേണ്ട കാര്യമില്ല. ആൾക്കാർ തന്നെ ദൈവത്തെ നേരിട്ട് കണ്ടോളൂ. അതിൻ്റെ സാക്ഷ്യങ്ങളല്ലേ നമ്മൾ കേൾക്കണത്. ഞാൻ കണ്ട ആൾക്കാരാണ് ഈ സാക്ഷ്യം പറയണതെല്ലാം. കാണാത്ത ആൾക്കാരാണ് 90% സാക്ഷ്യം പറയണത്. എന്താണ്? ആ ഉടമ്പടി അവർ വിശ്വസ്തയായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് വെച്ചാൽ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നാളെ അടുത്ത ആഴ്ച ജപ്തിയാണ്, അവരെ ഞാൻ കാണും. അടുത്ത ആഴ്ച ക്യാൻസർ ഓപ്പറേഷനാണ്, അവരെ ഞാൻ കാണും. പ്രഗ്നൻ്റായിട്ട് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് കുഴപ്പമുണ്ട്, ഒന്നെങ്കിൽ തള്ളയെ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറയുമ്പോൾ അവരെ ഞാൻ കാണും. എന്താ കാര്യം? അങ്ങനെ പറയണത് അന്തിമ തീരുമാനം ആരാ പറയേണ്ടത്? ഡോക്ടറല്ല, ഈശോയല്ലേ പറയേണ്ടത്. തള്ളയും കുഞ്ഞും കിട്ടാൻ വേണ്ടിയല്ല കുഞ്ഞിനെ പ്രഗ്നൻ്റ് അല്ല, അവളെ കൊന്നിട്ട് കൊച്ചിനെ എടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നിട്ട് അവളെ എടുക്കാനാണ് അവളെ പ്രഗ്നൻ്റ് ആക്കിയ ദൈവം അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ തള്ളയുടെ സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. രണ്ടിൻ്റെ സെക്യൂരിറ്റിയിലാണ് ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള സ്ഥലമാണ് ആൾക്കാർ. അങ്ങനെയുള്ളവരെ കാണും. അവരെ കാണാൻ വേണ്ടി അധികം പണിയൊന്നുമില്ല നമുക്ക്. അവരുടെ പ്രഗ്നൻസി റിപ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് കൊടുത്തു. ഇതാ റിപ്പോർട്ട്, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഉത്തരവാദിത്തമാണ് 2 ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവളോട് പറയും, നീ പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ മുമ്പിൽ വന്നിരിക്കും. അത് അധികാരമാണത്. എന്താ കാര്യം? അത് കർത്താവിൽ ഞാൻ ആശിക്കണതാണ്. കർത്താവിൽ ആശിക്കാൻ വേണ്ടി തന്നെയാണ് പട്ടം വാങ്ങിച്ചിരിക്കുന്നത്.
കർത്താവിലിങ്ങനെ തളർന്നവനെ താങ്ങി നിർത്താനും മുറിവേറ്റനെ വെച്ച് കെട്ടാൻ വേണ്ടിയാണ് പട്ടം മേടിച്ചിരിക്കണം. എനിക്ക് പട്ടം കിട്ടി കാലം മുതൽ പട്ടത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പട്ടം പറഞ്ഞാൽ പ്രാർത്ഥിക്കണത്. കർത്താവേ, 38 വർഷത്തെ കുർബാന ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ പഠിക്കണ കാലത്ത് തന്നെ 2.5 മണിക്കൂർ വെച്ച് രാത്രി കർത്താവിൻ്റെ മുമ്പ് നിന്നാണ് പ്രാർത്ഥിച്ച് പട്ടം മേടിച്ചിരിക്കണേ. പട്ടം കിട്ടിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയം ഉണ്ടായ ദൈവത്തിരുമസ് മോളെ, ഈ വിഷയം ഇത് ദൈവം ഇടപെടും, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയും. എന്താ കാര്യം? ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞാൽ മതി. കാര്യം എന്താ? ബാക്കിയുള്ള ചെയ്യേണ്ടത് ആരാണ്? ഞാനാണ് അവരുടെ കൂടെ പോയി ചെയ്യേണ്ടത്? അല്ല, ആരുടെ പേരിലാണത് പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്തോളും അത്. പിന്നെ കൃപാസനത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അമ്മ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ ആനക്കാര്യമൊന്നും അല്ലത്. മര്യാദയ്ക്ക് ആ ഫോർമുല ഒന്ന് ഫോളോ ചെയ്താൽ മതി, ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം ഇപ്പം ഞാനിപ്പോൾ പറയും, ഇപ്പോൾ ഈ മെർലിൻ്റെ കാര്യം പറയാം. മെർലിൻ്റെ പ്രശ്നം എന്താ? മെർലിൻ്റെ ദൈവസ്നേഹം എങ്ങനെ വർക്ക് ചെയ്യണേ? മെർലിൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞു, എന്താ? ഞാൻ ശ്രദ്ധിച്ചോളാം, എന്താ സങ്കടം? ഞാൻ എപ്പോഴും ഈശോയോട് പറയും, എനിക്ക് ഈ ഗർഭചിത്രം പ്രാപിച്ച കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് എപ്പോഴും സങ്കടം വരുമെന്ന് പറയും. ഗർഭചിത്രത്തിൽ അവർ ജനിച്ചിരുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ ക്രൈസ്തവരായത് കാരണം അവർക്ക് ന്യായസ്ഥാനം കിട്ടുമായിരുന്നല്ല. അപ്പോൾ അവർ വിശുദ്ധിയിൽ ജീവിച്ചനല്ല, ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ, അപ്പോൾ അതിൻ്റെ പാപം മാതാപിതാക്കന്മാർക്ക് വന്നില്ലേ. അപ്പോൾ ഗർഭചിത്രം വന്നു പോയിട്ടുള്ള ഗർഭചിത്രം നടത്തിയ മാതാപിതാക്കന്മാരെക്കുറിച്ച് എനിക്ക് സങ്കടമാണ്. ആ മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് സങ്കടമാണ്. ഈ MSc കാര്യത്തിൽ പറയണാണേ. ഞാനത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നോക്ക് കേക്ക്. ഞാൻ ഉടനെ അച്ചടിക്കുന്ന പേര് നോക്കി, പേരെന്താണെന്ന് നോക്കി, മെർലിൻ. കൊള്ളാം. അപ്പോൾ കല്യാണം കഴിക്കണമെമ്പം പ്രസവിക്കണമെമ്പം പഠിക്കണ കാലത്ത് എന്തൊരു ബോധ്യമാണ് ഉടമ്പടി കൊടുത്തിരിക്കുന്നത്. അവൾക്കുള്ള ആത്മഭാരം എന്താണ്? ഗർഭചിത്രം നടത്തിയിട്ടുള്ള മാതാപിതാക്കന്മാരുടെ പാപങ്ങൾ ഓർത്ത് എനിക്ക് സങ്കടമാണെന്ന്. ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ ഓർത്തിട്ട്, അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട് എനിക്ക് സങ്കടമാണെന്ന്. ഇതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. ഇതാണ് ചേർന്ന് നിൽപ്പെന്ന് പറയണത്. അപ്പം അങ്ങനെയുള്ള ആത്മഭാരം പ്രാപിച്ച ആൾക്കാരെ ദൈവം അവർക്ക് അധികാരമുണ്ടാകും. ആത്മഭാരമാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനം. ഇത് ബൈബിളിലുള്ളതാണ്. ദൈവത്തിൻ്റെ പിന്നെ അവൾ പറയുവേ, എനിക്ക് അതായത് തിരുസഭയെ ഓർത്തിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. തിരുസഭയെ ഓർത്ത്. എറണാകുളം രൂപതക്കാരത്തിയാണ്. തിരുസഭയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഒരു രൂപതയാണത്. ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളിലൂടെ പോയി. കാര്യം ഞാൻ എറണാകുളം രൂപതയിലാണ് വർക്ക് ചെയ്യണത്. ആലപ്പുഴ രൂപതയുടെ ഒരു പള്ളിയിൽ, എറണാകുളം രൂപതയുടെ അകത്തൊരു പള്ളിയുണ്ട്, തേക്കാട്ടുശ്ശേരി. അപ്പോൾ എനിക്കതിൻ്റെ സങ്കടങ്ങളെല്ലാം ശരിക്കറിയാം. ആ ജനങ്ങൾ എന്തുമാത്രം വേദനിക്കുന്നു, സംഘർഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തമ മാതൃകയുള്ള രൂപതയിലുള്ള അവിടെയുള്ള കുഞ്ഞിനൊക്കെ വർത്തമാനം കേട്ടില്ലേ, എനിക്ക് തിരുസഭയെ ഓർത്താണ് ഞാൻ ജീവിക്കണത് എന്നൊക്കെ പറയണത്. അപ്പം തിരുസഭയെ ഒരു പ്രാർത്ഥനയുടെ വിഷയമാക്കുകയാണ് അവരെ. തിരുസഭയെ സ്നേഹിക്കുന്നു. കാര്യം എന്താണ്? അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ വളർന്നു വരുന്ന സമൂഹത്തിലാണ് ഇതുപോലെയുള്ള ആധ്യാത്മിക വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം വരും ശരിക്കും. ആ രൂപതയൊക്കെ ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയത് ആ രൂപതയാണെങ്കിൽ ആ രൂപതയുടെ ആധ്യാത്മിക നിലവാരം അതാണ്. അതിനകത്ത് എന്താ സംശയം? ഒരു ഓട്ടോറിക്ഷക്കാരന് ഇപ്പോഴും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് 40 വർഷം വേദപാഠം പഠിപ്പിക്കാൻ വേണ്ടി അഭിമാനത്തോടെ പറയുമ്പോൾ ആ ഒരു ഓട്ടോറിക്ഷക്കാരന് ആധ്യാത്മികമായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് രൂപത്തിലുള്ള ആധ്യാത്മിക പൈതൃകത്തിൻ്റെ ശക്തിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്താ പറയണത്, രൂപത അതായത് തിരുസഭയെ, രൂപതയെന്നല്ല അവൾ പറയണത്, തിരുസഭയെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്നാണ്. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ തല്ലിപ്പഴിപ്പിച്ചിട്ടോ പറയണതാണ്, സ്വന്തമായിട്ട് ആത്മാവിൽ നിന്ന് പറയണതാണ്. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. എന്താ കാര്യം? ഒരു ഉടമ്പടി ഒരു യുവതയെ കൊണ്ടുപോയി എത്തിക്കുന്ന സാക്ഷ്യ ജീവിതമല്ലേ. ദിസ് ഈസ് കോൺസെക്രേറ്റഡ് ലൈഫ്. ഇത് സാക്ഷ്യ ജീവിതമാണിത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇതുപോലുള്ള സാക്ഷ്യ ജീവിതത്തിലേക്ക്, ഉടമ്പടിയിലൂടെ ഞങ്ങളെ എല്ലാവരെയും വളർത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൊടുത്തിരുന്ന അപ്പനും മകളും കൂടിയാണ് ഒരിക്കൽ സുവിശേഷ വരെ ചെയ്തത്.
ഇപ്പോഴെന്ത് ചെയ്യുന്നത്? അപ്പൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു, മകൾ ഉടമ്പടി എടുത്തിട്ട് അവളുടെ സുവിശേഷ വേല ചെയ്യുന്നു. മെർലിൻ പറയണത്, എനിക്ക് ആൾക്കാരെ വലിയ തോതിൽ കൺവിൻസ് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് അത്രയും ഉള്ളൊരു വാഗ്പാഠവുമില്ല. അതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തിട്ട് നിങ്ങൾ പറയും, ഈ പത്രം വായിക്കണം, മാതാവിൻ്റെ അടുത്ത് നിങ്ങളും പോകണം, അവിടെ ഒന്ന് പോയാൽ മതി, ബാക്കി അമ്മ ചെയ്തോളും, ഈ പത്രം വായിക്കും, മനസ്സിലാകും. അതാണ് പത്രപ്രേക്ഷിതത്വം എന്ന് പറയണത്. ഈ പത്രപ്രേക്ഷിതത്വം ചെയ്യണത് എന്തുകൊണ്ടാണ്? ഔട്ട് ഓഫ് ലവ് ആണ്. അതാണ് പ്രശ്നം. അല്ല അച്ഛൻ പറഞ്ഞ് കൃപാസനത്തിൽ അച്ഛൻ പറഞ്ഞ് ഉടമ്പടി എടുത്ത ആളല്ലേ പത്രം കൊടുക്കണമെന്ന് പറയും. അതല്ല, ഇവരത് ചെയ്യണത് അങ്ങനെയല്ല. ഈ പത്രം വായിക്കുന്നതിലൂടെ അവരെൻ്റെ കർത്താവിനെ അറിയും, അവർ കർത്താവിലേക്ക് തിരിയും, കർത്താവിലേക്ക്. അപ്പം ദൈവസ്നേഹം കൊണ്ടാണ് പത്രം കൊടുക്കുന്നത്. പത്രപ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പം ദൈവസ്നേഹം ഉള്ളവർക്ക് ഉടമ്പടി ആ സ്നേഹം ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക കാലാവസ്ഥകളും തരും. ചെയ്യണത് നിയതമായ രീതിയിൽ ചെയ്യണം, അതുപോലെ തന്നെ സമയബന്ധിതമായി ചെയ്യണം. അപ്പോൾ ഉത്തരവാദിത്തമായി. എപ്പോഴെങ്കിലും ചെയ്താൽ ആർക്കാണ് വേണ്ടി വെക്കാതിരിക്കണമല്ല, ഉത്തരവാദിത്തോടെ ചെയ്യണം. ഉത്തരവാദിത്തോടെ ദൈവസ്നേഹമാണ് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യണത്. റെസ്പോൺസിബിൾ പാരൻറ് പോലെ റെസ്പോൺസിബിൾ സ്പിരിച്വൽ ലൈഫ്. ഇപ്പോൾ റെസ്പോൺസിബിൾ സ്പിരിച്വൽ ലൈഫിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്നാ പറ്റണത്? ദൈവവും റെസ്പോൺസിബിളാകും. ഒരു ദിവസം മെറിലിൻ്റെ അമ്മ, അപ്പനും അമ്മയും കുടുംബം മൊത്തം ഉടമ്പടിയിലാണല്ലോ. അപ്പം മെറിലിൻ്റെ അമ്മ ചുമ്മാ വീട്ടിലിരുന്ന് പറയണേ, ഊണൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ഇരിക്കുകയും പറയുമ്പോൾ, ഇന്ന് ഞാൻ സിൽവർ ഗ്രേയിൽ അമ്മനെ കണ്ടു കേട്ടോ എന്ന് പറയും. ഇന്ന് ഞാൻ സിൽവർ ഗ്രേയിൽ അമ്മനെ കണ്ടു കേട്ടോ എന്ന് പറയും. അപ്പം മെറിലിനത് കേട്ട് ഞാൻ പറഞ്ഞ് ഓക്കെ, ഇപ്പോൾ ഈഗർനെസ്സായി. അവളുടെ അമ്മ സിൽവർ ഗ്രേയിൽ മാതാവിനെ കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ മെറിലിന് ഈഗർനെസ്സായി. മെറിലിന് ചോദിച്ച്, അമ്മ എപ്പോഴാണ് കൃപാസനം മാതാവിനെ കണ്ടത്? അപ്പോൾ അമ്മ പറയും, ഞാൻ പള്ളിയിൽ അച്ഛൻ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ സിൽവർ ഗ്രേയിൽ എൻ്റെ മുമ്പിൽ കൂടി പാസ് ചെയ്തെന്ന് പറയും. ഇവളുടനെ കരയണ പോലെയാകും. കാര്യം അവൾ പറയും, ഞാനും ആ സമയത്ത് അമ്മയെ കണ്ടെന്ന് പറയും. അതാണ് വ്യത്യാസം. ഞാനും അതേ സമയത്ത് ഞാനും ആ 10 മിനിറ്റ് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടി കൃപാസനം മാതാവ് പോയി. ഞാനിത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പാലാതെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അമ്മ പറയണത്. അമ്മയും മകളും ഒരേ സമയം തന്നെ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുഭവിക്കുകയാണ്. ജോസഫ് അച്ഛൻ കണ്ട സിൽവർ ഗ്രേയിലെ കൃപാസനം മാതാവിനെ ഇന്ന് ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൃപാസന പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകത. ഒരു പ്രത്യക്ഷീകരണം, ഇപ്പോൾ മജ്ജിക്കുറയിലൊരു പ്രത്യക്ഷീകരണമുണ്ട്, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ സ്പോട്ടിലെ. പക്ഷേ ഇത് ലോകം മുഴുവനുമാണ് റെക്കോർഡ് ചെയ്യണത്. ആരെല്ലാം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നോ, ആ ഉടമ്പടി സത്യസന്ധമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ടോ, അതിൽ ഉടനെ പ്രസൻസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റും. എൻ്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും കൂടി അമ്മ സ്വപ്നത്തിലും ദർശനത്തിലും ചിലപ്പോൾ നേരെയും ഒക്കെ പാസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? എൻ്റെ മകളെ, എൻ്റെ മകനെ എന്ത് സംഭവിച്ചോട്ടെ, ധൈര്യമായിരിക്കും, ഞാനിവിടെ നിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്, നീ മുന്നോട്ട് പോകാൻ പറയണതാ. നമുക്ക് ധൈര്യം തരണോണ്ടാണ് ഈ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നമാണ്. ഉടമ്പടി പോലെ ഇതുപോലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം ജനകീയമായിട്ടുള്ള വേറെ ഒരു പദ്ധതിയില്ല. കാര്യം എല്ലാവരും പറയുന്നുണ്ടല്ല, ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസും എല്ലാവരും പറയുന്നുണ്ടതല്ല. അമ്മയെ കണ്ട കാര്യം അവൾ പറയും, വ്യത്യസ്തമായ രീതിയിൽ അവർ കാണുന്നതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഉടമ്പടി ഫോർമുല അതിൽ 2 കാര്യങ്ങളുണ്ട്. അത് കറക്റ്റാണെങ്കിൽ പ്രസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. എന്താ കാര്യം? അതെന്ന് പറയുന്നത് ലൂക്കാ സുവിശേഷം 7:5. ലൂക്കാ 7:5. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. പെട്ടില്ല. അതിനകത്തെ വചനം ഏതാണ്? യേശു പറഞ്ഞ് അവരോടൊപ്പം പുറപ്പെട്ടു. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ദൈവം പുറപ്പെട്ടു വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് എന്താണ്? എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ലൂക്കാ 7:5 വർക്കൗട്ട് ചെയ്താൽ മതി. ഒരു
ഒരു ശതാധിപനാണ്, ഒരു നോൺ ക്രിസ്ത്യനാണ്, അത് നോൺ ജൂ ആണ്. അയാൾ ജൂ ഒന്നുമല്ല, യേശുവിൻ്റെ വംശത്തിലുമല്ല, സമുദായത്തിലുമല്ല, വിശ്വാസത്തിലുമല്ല. ആ ശതാധിപൻ വന്ന് യേശുവിനെ കാണണമെന്ന് പറയുമ്പോൾ യഹൂദ പ്രമാണികൾ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യഹൂദ പ്രമാണികൾ വന്നിട്ട് ഈ ശതാധിപൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. എന്താണ്? ഒന്ന്, ഈ ശതാധിപൻ ആരാണ്? റോമക്കാരനാണ്. പക്ഷെ എന്താണ് അവനുള്ള ഗുണം? എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. പറഞ്ഞേ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അവനൊരു സിനഗോഗ് നമുക്ക് വേണ്ടി പണിതു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ ശരിയാണ് എന്നാ റിപ്പോർട്ട് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല, അതിൻ്റെ കടലാസ് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല, അതിൻ്റെ രേഖ കാണണമെന്ന് ഈശോ പറഞ്ഞില്ല. രേഖയൊക്കെ ഈശോയുടെ മനസ്സിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് അപ്പം തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ രേഖയായിട്ട് മാറും. എന്നിട്ട് എന്താണ്? അവൻ അവരോടൊപ്പം പോയെന്നാണ് പറയണത്. ഉടമ്പടി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന്. ദൈവം നിങ്ങളുടെ കൂടെ വരാനുള്ള പ്രസൻസിൻ്റെ കാരണം ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാണ്, അത് ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ സ്നേഹിക്കുന്ന കാര്യമല്ല പറയണത്, ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കണം. അതാരായാലും. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഞാൻ ചോറ് കെട്ടി ഉച്ചയ്ക്ക് ചോറെടുക്കുമ്പോൾ ഒരു അമ്മ വഴിവെക്കിരിക്കുന്നുണ്ട്, ഞാൻ ഒരു ചോറ് അവർക്ക് കെട്ടിക്കൊണ്ട് പോകും. അതാണ് ജനത്തെ സ്നേഹിക്കണമെന്ന് പറയണത്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയ ഉടമ്പടി ക്രാക്കാകത്തില്ല. ഇത് ജനകീയമായിട്ടുള്ള സംഭവമാണ്. ജനത്തെ സ്നേഹിക്കണം. ഇപ്പോൾ മെറിലെന്താ പറയണത്? എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഞാൻ തിരുസഭയെ സ്നേഹിക്കുന്നു. അതാണ് തിരുസഭയെ സ്നേഹിക്കണം എന്ന് പറയണത്. ഈ തിരുസഭയെ സ്നേഹിക്കുന്നു. പിന്നെ എന്താണ് അവൾ പറയണത്? അതായത് എനിക്ക് ഈ ഗർഭചിത്രമൊക്കെ സംഭവിക്കുമ്പോൾ ആ മാതാപിതാക്കന്മാരെ ഓർത്തിടും എനിക്ക് സങ്കടം വരും, അവർ പാപത്തിലായല്ലോ എന്ന്. പിന്നെ സങ്കടം വരും, ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ, അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, സങ്കടം വരും. അതാണ് ജനത്തെ സ്നേഹിക്കണം എന്ന് പറയണത്. ഈ ജനത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥനാലയമാണ്, കർത്താവിൻ്റെ ആലയമാണ്. കർത്താവിൻ്റെ ആലയം ആരുടെ ഹൃദയത്തിൽ നിങ്ങൾ പണിയുന്നുവോ? ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, പത്രം കൊടുത്തിട്ട് സംസാരിക്കുന്നു, മാതാവിനെക്കുറിച്ച് പറയുന്നു, വണ്ടിയിലിരുന്ന് വിമാനത്തിലിരുന്ന് പറയുന്നു, ട്രെയിനിലിരുന്ന് പറയുന്നു, ബസ്സിലിരുന്ന് പറയുന്നു, പള്ളിയിൽ പോകുമ്പോൾ പറയുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ സിനഗോഗ് പണിയുകയാണ് ചെയ്യണത്. ഒരു പ്രാർത്ഥനാലയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പണിയുകയാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളൊരു വ്യക്തിയോട് ഇയർ ടു ഇയർ മൗത്ത് മൗത്ത് എവഞ്ചലൈസേഷൻ നടത്തുമ്പോൾ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ്, നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ അവിടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാലയം പണിയുകയാണ്. ആ ഹൃദയത്തിൽ പ്രാർത്ഥനാലയം പണിയുകയും ജനത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നെറ്റ് ഇഫക്റ്റ് എന്താണ്? യേശു അവരോടൊപ്പം പുറപ്പെട്ടു. പ്രസൻസാണ് പിന്നെ വരണത്, പ്രസൻസാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത് ഒരു കിട്ടാക്കനിയല്ല, ഒരു ബാലികയില മലയുമല്ലത്. അതെന്താ സംഭവം? അത് നീ ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്വമുള്ള ദൈവസ്നേഹം വ്യക്തികളെ, സഭയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, സമൂഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, യേശുവിൻ്റെ പേരിലായിരിക്കണം സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേസമയം തന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ ജീവിക്കും. പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിങ്ങളായിരിക്കില്ല, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുന്നത്. 12 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 12:12. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞേ, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് എന്താണ്, പറയേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്, എല്ലാം ഗിവണാണ്. അതാണ് നിങ്ങൾ നടക്കേണ്ട വഴി. നിങ്ങളുടെ മുഖത്ത് നോക്കി ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 32:8 സങ്കീർത്തനം. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 32:8.
ഞാൻ നിന്നെ ഉപദേശിക്കാം. ഞാൻ നിന്നെ ഉപദേശിക്കാം. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പോഴേ ദൈവമായിട്ട് നമ്മൾ സിങ്കായി കഴിഞ്ഞാലേ പിന്നെന്ത് പറ്റും? പ്രസൻസ് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ദൈവം ഉണ്ടാകും. സംഗീതം 32:8 വർക്ക് ചെയ്യും. നിൻ്റെ മുഖത്ത് നോക്കിയാൽ നിന്നെ ഉപദേശിക്കും, നടക്കേണ്ട വഴിയാണെന്നും പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഈ MSCക്ക് തോക്കുമെന്നൊക്കെ മനസ്സിലായി. അവളത് പഠനം അത്രയ്ക്ക് ശരിയാണില്ല. അപ്പം പപ്പയുടെ ഉടമ്പടിയിലാണ് ഇപ്പോൾ അവളെ ജീവിക്കണത്, മെർലിൻ ജീവിക്കണത്. പപ്പയുടെ ഉടമ്പടിയിലാണ് ജീവിക്കണത്. അപ്പം അമ്മ പറഞ്ഞു, എടി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ ഉടമ്പടി എടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നില്ല, നിനക്ക് പോയി നിൻ്റെ ഉടമ്പടി എടുക്കാൻ പാടില്ലേ? അപ്പം നോക്കിയാൽ അവൾ നോക്കിയപ്പോൾ ശരിയാണ്, ഈ ഉടമ്പടി MSc ക്രാക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എന്നാലും ഇനി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എംപവർ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ അവൾ MSc അവൾ പറഞ്ഞ് എനിക്കൊരു മിനിമം എനിക്ക് മാർക്ക് കിട്ടി ജയിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവൾ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവളുടെ ചരിത്രം പ്രീഹിസ്റ്ററി അമ്മയ്ക്ക് അറിയാമല്ലോ. നിയോഗം എഴുതിക്കൊണ്ടിരിക്കണം, MSCക്ക് ജയിക്കണം, അതാണ് നിയോഗം. ഉടനെ അമ്മ അവൾ നടക്കേണ്ട വഴി അവളുടെ മുഖത്ത് നോക്കി പറയണം, എടി അവിടെ 3ാം റാങ്ക് എഴുതാൻ പറയും. നിങ്ങൾ സാക്ഷ്യം നമ്മൾ ഞെട്ടിപ്പോയി സംഭവം. നിയോഗം എഴുതിക്കൊണ്ടിരിക്കാൻ പറയാം, നീ 3ാം റാങ്ക് നീ ജയിക്കണമെന്നല്ല, നീ 3ാം റാങ്ക് എഴുതാൻ പറയും. അവൾ ഉടനെ ഇവിടെ എഴുതി വെച്ച് 3ാം റാങ്ക് എഴുതി വെക്കും. സ്വപ്നം പോലും കാണാമ്പോൾ സാധനം റിസൾട്ട് വന്നപ്പോൾ MSCക്ക് 3ാം റാങ്ക് പോരെ. അവിടെ റിസൾട്ട് വന്നപ്പോഴേ MSCക്ക് 3ാം റാങ്ക്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. പ്രസൻസാണ്. എന്താ കാര്യം? അവർ ദൈവത്തെ സ്നേഹിക്കുന്നു, അവർ സ്നേഹമൊക്കെ പണിയുന്നു. അവിടെ ജോലി ദൈവത്തിൻ്റെ ജോലിയാണ്. ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി ആര് ചെയ്യും? ദൈവം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു, ഈ സാക്ഷ്യം കണ്ടായി ഒരു MSc സ്റ്റുഡൻസിനെ അവൾക്ക് തോക്കുമെന്ന് കണ്ടിട്ട് അവിടെ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ അവൾ നിയോഗം എഴുതാൻ വേണ്ടി വന്നപ്പോൾ ജയിക്കണേ വല്ലപാടൊന്നും ജയിച്ചു കിട്ടണേ അമ്മയെന്ന് എഴുതുമ്പോൾ അമ്മ നേരിട്ട് അവിടെ പറഞ്ഞാൽ അവിടെ 3ാം റാങ്ക് എഴുതി വെക്കാൻ പറയും. ഉടനെ ഇവിടെ 3ാം റാങ്ക് എഴുതി വെക്കും. അത് വെറുതെ എഴുതണം, ആകാശത്ത് എഴുതണതാണ്. പക്ഷേ പിന്നെ പേപ്പർ നോക്കണതും ക്വസ്റ്റ്യൻ ഇടണതൊക്കെ എല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ടെന്താ ചെയ്യണത്? റിസൾട്ട് വരുമ്പോൾ 3ാം റാങ്കാണ്. അവൾ അപ്പം തന്നെ ഇടവക ദേവാലയത്തിൽ പോയി വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം എന്ന് പറയണത് ഇതുപോലെയാണ് അവസ്ഥയാണ്. നിങ്ങളിപ്പോഴും വരുന്ന ഒരു ടേസ്റ്റിംഗ് പീരീഡിലാണ് കിടക്കുന്നത്. നിങ്ങൾ പലരും ടേസ്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ അലുവയൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അലുവക്കാരൻ ഒരു വെട്ടിയിട്ടൊരു കഷ്ണം തരത്തില്ല, തിന്ന് നോക്കാൻ പറയല്ലേ. അവനെ കൊണ്ട് നമ്മളവിടെ നിന്നിട്ട് തീറ്റിക്കും. ചില പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ അലുവ എല്ലാ കടയിലും പോകും, ടേസ്റ്റ് എടുക്കും, അവൻ നിന്നിട്ട് പക്ഷേ വയറും നിറച്ച് വീട്ടിൽ പോകും. അങ്ങനെയുള്ള ടേസ്റ്റ് തൊഴിലാളിയുണ്ട്. എന്നു കഴിഞ്ഞാൽ എല്ലാ അലുവ കടയിലും ചെല്ലുമ്പോൾ, ബേക്കറി കടയിൽ ചെല്ലുമ്പോൾ, പെരുന്നാൾ കടയിലെ ഉത്സവത്തിൽ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും? ഉടമ്പടി അലുവ പല കളറിലിരിക്കുകയും അപ്പോൾ ഉടനെ ഒരാൾ ചെറിയ വെട്ടി കൊടുത്ത് കഴിച്ചോ, ഇതാണ് അടിപൊളിയാണ്, കോഴിക്കോടാണെന്നൊക്കെ പറയും. ഉടനെ ഇവൻ അവിടെ നിന്ന് കഴിക്കും. ഇപ്പോൾ വരാതെ ഞാൻ പോയിട്ട് അടുത്ത അലുവ കടയിൽ പോകും. ഇവിടുന്ന് കൃപാസനത്തിന് പോയിട്ട് കലൂർ അന്തോണിസിൻ്റെ അടുത്ത് പോയി ടേസ്റ്റ് എടുക്കും. അവിടുന്ന് പോയിട്ട് വേറെ അവിടെ ധ്യാനകേന്ദ്രത്തിൽ പോകും. ഇങ്ങനെ ടേസ്റ്റ് തൊഴിലാളിയുണ്ട്. ടേസ്റ്റ് തൊഴിലാളി ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. ഉടമ്പടി ടേസ്റ്റ് ചെയ്യാനുള്ളതല്ല, ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. മര്യാദക്ക് അത് കാശ് മുടക്കിയ സംഭവം വാങ്ങിക്കണം, അല്ലാതെ കണ്ടവൻ്റെ ഓശാരത്തിൽ നിന്ന് ടേസ്റ്റ് അടിച്ച് വയറ് നടക്കാൻ നോക്കരുത്. കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായില്ല നിങ്ങൾക്ക്. പല ആൾക്കാരും ഉടമ്പടി ടേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ ഇങ്ങനെ തൊത്തിയും മുടന്തിയും മുക്കിയും മുളിയൊക്കെ ഈ 90 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചെടുക്കും. അപ്പം അങ്ങനെ അവസാനിപ്പിക്കുന്ന കൊണ്ട് തന്നെയാണ് ദൈവം ഈ വിഷയം ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടെ കൃപാസനത്തിൽ ചവിട്ടുമ്പോൾ തന്നെ അറിയാം പെരിച്ചാഴി വന്നിട്ടുണ്ട്, ഒരു കഥയുമില്ലെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? സംഭവം നടക്കത്തില്ല, ദൈവത്തിന് പണി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ദൈവം ഒരു അടയാളം കാണിക്കാമെന്ന് നോക്കണ്ട, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഇറങ്ങാം. നീ ഉടുത്ത് ഇറക്കിയിട്ട് ദൈവത്തെ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണും പൊട്ടി ഇങ്ങനെയുള്ളവരോട് ദൈവം ചെയ്തറിയുക, അഡ്വാൻസ് അല്ല, പറ്റിക്കുമെന്ന് കണ്ടാൽ ഫുൾ എമൗണ്ട് മേടിക്കും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് ഒന്ന് അഡ്വാൻസ് വാങ്ങിച്ചാൽ മതി. ചിലരോട് പറയും അഡ്വാൻസ് ഒന്നും വേണ്ട, ഫുൾ എമൗണ്ട് തരും, ഒറ്റ പ്രമാണം. നിങ്ങൾ ഇട്ടച്ച് പോയി ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ ചില ആൾക്കാർ പറമ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാരെന്താ പറയണത്? ഒറ്റ പ്രമാണം, ഒറ്റ വില, ഒറ്റ പ്രമാണം, അഡ്വാൻസ് ഇല്ലെന്ന് പറയും. എന്താ അറിയാമോ? ഇവൻ നമ്മുടെ മരക്കച്ചവടക്കാരൻ കണ്ടിട്ടില്ലേ? ചില ഉടമ്പടിയിലുണ്ട് ഈ മരക്കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ആഞ്ഞിൽ കാണും, അല്ലെങ്കിൽ തേക്ക് കാണും, വീട്ടിൽ വന്ന് എത്ര രൂപ കൊടുക്കും? അപ്പോൾ നമ്മൾ പറയും അതൊരു 25,000 പറഞ്ഞിട്ട് പോയതാണ്. ആണോ?
25,000 പറഞ്ഞിട്ട് പോയതാണെന്ന് പറയും. അപ്പോൾ ഉടനെ പറയും ഓക്കെ ആ വിലക്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. അപ്പോൾ അത് ഒറ്റയ്ക്കല്ല, പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് എന്നാൽ പിന്നെ 26 എന്ന് പറയും. 26 കൊടുത്തിട്ട് ഉടനെ ഇവർ സമ്മതിക്കും. അപ്പോൾ അവർക്ക് എടുക്കാൻ പോകണ വീട്ടുകാർക്ക് ഇഷ്ടമാണ്. കാരണം 25,000 രൂപയല്ലേ പറഞ്ഞത്, ഇപ്പോൾ 26 പറഞ്ഞല്ല, ശരി എന്നാൽ 1000 രൂപ അഡ്വാൻസ് തന്നിട്ട് ഇവനെ കാണത്തില്ല. പിന്നെ അവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അവൻ ഈ നമ്മുടെ പറമ്പിൽ നിർത്തിയിട്ട് നമ്മുടെ വെള്ളം കൊണ്ട് നമ്മുടെ വളം കൊണ്ട് ഈ തേക്കിനെ അവൻ 5 കൊല്ലം നിർത്തി വളർത്തും. പോരെ പരിപാടി. ഇവൻ വെട്ടിക്കൊണ്ട് പോകത്തില്ല. ഇവൻ വെട്ടിക്കൊണ്ട് പോകാതെ വെട്ടാവേ ഇപ്പോൾ വരാം, നിങ്ങൾക്ക് 2 റോഡ് വേണം, അവിടെ വീണ്ടും കൊണ്ടുവന്ന് 2 റോഡ് തരും. അപ്പോൾ അതും അഡ്വാൻസാണ്. പിന്നെ 2 കൊല്ലം നിർത്തും അവൻ നിർത്തി 10 കൊല്ലം കഴിയുമ്പോൾ തേക്ക് വെട്ടത്തുള്ളൂ. എന്താ കാര്യം? അത്രയും നാൾ തേക്ക് നമ്മുടെ മുതുകത്ത് നിർത്തിയിട്ട് അത് വളർത്തും അവൻ. ഉടമ്പടി ചില ആൾക്കാർ ദൈവത്തിന് പണി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഈ ആൾക്കാർ മഷോട്ടേക്ക് കാണത്തില്ല, പിന്നെ ഉടമ്പടി ജീവിതമില്ല. ഞാൻ ചോദിച്ചു, ചേച്ചി ഉടമ്പടി എടുത്തിട്ട് പിന്നെ ചേച്ചി എന്ത് ചെയ്ത്? അല്ല, ഞാൻ മകൾക്കൊരു അസുഖമായെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്, പിന്നെ തിരിച്ചു വന്നപ്പോൾ തിരികെ കാണാനില്ലെന്ന്. അത്രയും ബോധമില്ലാത്ത കന്നുകാലികൾ ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരെന്തും ആ ഉടമ്പടി എടുത്തിട്ട് ആ തിരികെ കൊണ്ട് വെച്ചിട്ട് മകളെന്തോ അസുഖമായിട്ട് അങ്ങോട്ട് പോയതിനു ശേഷം പിന്നെ വേറെ എന്ത് വീട്ടിൽ പോയി കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വന്നപ്പോൾ പിന്നെ തിരികെ കാണാനില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അഡ്വാൻസ് തൊഴിലാളികളോട് ഉടമ്പടി. നിങ്ങൾ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന് പണി കൊടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കരുത്. തിരിച്ച് പണി വന്നാൽ താങ്ങത്തില്ല. മര്യാദക്ക് വൃത്തിയും മെനയുമായിട്ട് ദൈവസ്നേഹത്തോടെ ഉടമ്പടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത് സത്യസന്ധമായി സുവിശേഷവിഹിതമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ആരാണ് ഉടമ്പടി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. അതിൻ്റെ ഒരു മെർലിൻ വേർഷനാണ് ഈ പറയണത്. മെർലിൻ്റെ ഒരു വേർഷൻ ജീവിതാനുഭവങ്ങളാണ്. ഏറ്റവും അവസാനം അവൾ പറഞ്ഞത്, എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ, 3 പ്രാവശ്യം അവൾ പറയുന്നുണ്ട്, എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഉത്തരം പറയും. അപ്പോൾ അവൾ അവസാനം പറഞ്ഞ ഉത്തരം, ഞാൻ പറയും ബലം പ്രാപിക്കാനാണ് ഉടമ്പടി എടുക്കണമെന്ന്, ബലം വെക്കാനാണ് ഉടമ്പടി എടുക്കണമെന്ന്. അത് കറക്റ്റാണ്, ആ ഉത്തരം കറക്റ്റാണ്. എന്നിട്ട് അവൾ പറയും, എന്തിനാണ് ഉടമ്പടി എടുക്കണത്? അത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കൃപയ്ക്ക് വേണ്ടി ഉടമ്പടി എടുക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഉടമ്പടി ധ്യാനമെല്ലാം അവൾ കൂടുന്നുണ്ട്. ശരിക്കും ഉടമ്പടി ധ്യാനം ഒരു വലിയ സാക്ഷരതയാണല്ലോ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ബലം പ്രാപിക്കാൻ. എങ്ങനെയാണ് ബലം പ്രാപിക്കണത്? ബലം പ്രാപിക്കുന്നതിനുള്ള ഒരു ഫോർമുല എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. ഇപ്പോൾ 2 കൊരിന്ത്യൻസ് ഇല്ലേ 12:9, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യൻസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ബലം, അതാണ് സംഭവം. അപ്പം അത് ബലം എന്താണ്? കൃപയാണ് ബലം. ബൈബിളിൽ ബലമെന്ന് പറയണത് ഹോർലിക്സും ബൂസ്റ്റും അല്ല, അത് ഭൗതികമായിട്ടുള്ള ബലങ്ങളാണ്. ആത്മീയ ബലമാണ് കൃപയെന്ന് പറയണത്. ദൈവത്തിൻ്റെ വരപ്രസാദത്തിനാണ് കൃപയെന്ന് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവവരപ്രസാദം നേടിയെടുക്കാനുള്ള ഒത്തിരിയേറെ സൊല്യൂഷൻസും ഫോർമുലയുമാണ് ഉടമ്പടിയിലുള്ളത്. ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. 12 വായിച്ച് 12:18 മത്തായിയുടെ സുവിശേഷം. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ അതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഇതാണ്, അതായത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളായിട്ട് നമ്മൾ മാറണത്. ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കും, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാക്കും. എങ്ങനെയാണ് ചെയ്യണത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ,
ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണം. ദൈവത്താൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി, ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒത്തിരി ആർജിത കൃപകളുടെ സമവാക്യങ്ങൾ ഉടമ്പടിയിലുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ സാക്രമെൻ്റ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഗ്രേസാണ്. സ്റ്റാറ്റിക് ഗ്രേസ് എല്ലാവർക്കും കിട്ടും. നമുക്ക് ഇപ്പം വിവാഹം ഒരു സ്റ്റാറ്റിക് ഗ്രേസാണ്, പട്ടം ഒരു സ്റ്റാറ്റിക് ഗ്രേസാണ്, സാക്രമെൻ്റ് ഗ്രേസാണ്. ഈ സാക്രമെൻ്റിലെ ഗ്രേസിനൊരു പ്രശ്നം, സാക്രമെൻ്റ് ഗ്രേസ് നമുക്ക് തരണതിൻ്റെ ഉദ്ദേശം അടിസ്ഥാന സാക്ഷരതയാണ് അതിൻ്റെ അകത്ത്. അത് നമ്മൾ ഓരോരോ സാഹചര്യം വരുമ്പോൾ സാക്രമെൻ്റ് ഗ്രേസ് നമ്മൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കണം. ഉടമ്പടി സാക്രമെൻ്റ് ഗ്രേസിനെ ഉജ്ജ്വലിപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവ സംസർഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കാൻ പറ്റുന്ന ഒരു മെലിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ 2 വചനങ്ങൾ എപ്പോഴും പറയണത് നമ്മൾ ഗ്രോ ചെയ്യണം. 2 തിമോത്തി 1:6 എടുത്ത്, എന്റെ കൈവെപ്പിലൂടെ പറഞ്ഞ് എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങനെ എപ്പോഴും ഒരു അനുസ്മരണം നടന്നുകൊണ്ടിരിക്കണം. അതിനാണ് ഞങ്ങൾക്ക് വാർഷിക ധ്യാനമൊക്കെ ഉള്ളത്, മാസാന്ത്യ ധ്യാനമൊക്കെ ഉണ്ടാകും. അതിനകത്ത് നീ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. പത്രോസ് പറയണം, ഈ വീണ്ടും അനുസ്മരണത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. ഈ അനുസ്മരിപ്പിക്കുന്ന സമയത്ത് എന്താ അനുസ്മരിപ്പിക്കണത്? അല്ല, പാമ്പ് പിടിക്കാനും അങ്ങനെ ഓരോ സാങ്കേതിക മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അവിടെ അനുസ്മരിപ്പിക്കേണ്ട കാര്യം എന്ന് പറയണത് ഈ കൈവെപ്പിലൂടെ ലഭിച്ച ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണം. അതാണ് അനുസ്മരിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്താണ് അനുസ്മരിപ്പിക്കേണ്ടത്? എന്താണ്? എൻ്റെ കൈവെപ്പിലൂടെ, പറഞ്ഞ് എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം. അതാ പ്രശ്നം. ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്കിൽഫുൾ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ സൈക്കോളജി പോയി പഠിച്ചിട്ട് കൗൺസിലിംഗ് കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അത് വരത്തിലാണ് ഇരിക്കണത്. ഇവിടെ സഭയെ ശുശ്രൂഷിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈവെപ്പിലൂടെ, പറഞ്ഞേ എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൃപ നിൽക്കുന്ന വരത്തിൻ്റെ അടയാളത്തിലാണ്. ഗ്രേസാണ്, കൃപയാണത്. ഈ കൃപയെ നമ്മൾ ലഭിക്കാൻ വേണ്ടിയുള്ള എൻട്രൻസ് ആയിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് നമ്മൾ ഒരു കൂദാശ സ്വീകരിക്കണത്. ഇപ്പം കൂദാശ സ്വീകരിക്കുമ്പോൾ ആ കൂദാശയുടെ കൃപയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും. പക്ഷെ കൂദാശയുടെ സംരക്ഷണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സംരക്ഷണ മേഖല റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ നീ നിൽക്കണം. അല്ല, ഒരു ജീവിത പങ്കാളി ഉള്ളപ്പോൾ വേറെ ജീവിത പങ്കാളിനെ തോണ്ടാനും നോക്കാനും പഴയ പ്രേമങ്ങളൊക്കെ കുത്തി ഉണർത്താനും അവിടെ ചെന്നിട്ട് അവരെ വിളിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ കൃപാവരം നിനക്ക് നഷ്ടപ്പെടും. പലരും ആൾക്കാരെ വന്നിട്ട് വിവാഹം കഴിക്കണത് ദൈവത്തെ വഞ്ചിക്കാൻ വേണ്ടി കച്ചകെട്ടി എടുത്ത് ഇറങ്ങിയിരിക്കുക. ഈ വഞ്ചന എവിടെ കൊണ്ടേ അവസാനിപ്പിക്കും നമ്മൾ? ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആളാണ്. അതുകൊണ്ട് ഒരു പെലിച്ചായും രക്ഷപ്പെടുത്തുന്നത് എനിക്കറിയാം. കാര്യം ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ല, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണില്ല. അതുകൊണ്ടാണ് പഴയ പ്രേമത്തിന് അത് തേച്ചിട്ട് വന്നിട്ട് പുതിയ ആളെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് പെറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ ആൾക്കാർ മൊബൈലിൽ വിളിക്കണ കാര്യം എന്താ? അവരാവശ്യമില്ലാത്ത അവരുള്ള സ്ഥലത്ത് സെമിനാറിന് പോവുക, അവരുള്ള സ്ഥലത്തേക്ക്, അവരുടെ രാജ്യത്തേക്ക് ഒരു എന്തെങ്കിലും സ്റ്റഡി ടൂറും പറഞ്ഞ് പോവുക, പിന്നെ അവരുമായിട്ട് വെക്കേഷൻ കറങ്ങി നടക്കുക, എന്നിട്ട് ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂദാശ ബലം നമ്മൾ ദൈവത്തെ പറ്റിക്കണം. അതുകൊണ്ടാണ് അത് ഉത്തരവാദിത്തമുള്ളതാണ് കൂദാശ ജീവിതം എന്ന് പറയുന്നത്. അല്ല, ആർക്കും തോന്നിയ മാസം പോലെ എങ്ങനെയും ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിനറിയാം ഇതിൻ്റെ അകത്ത് ഫ്രോഡ് ഉണ്ടാകും. 90 പേര് 100 പേര് ഇതിൻ്റെ അകത്ത് വന്നാൽ അത് 80 ഫ്രോഡാകുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ തരുന്നത്. അല്ലാത്തവനൊക്കെ ഇവിടെ കിടന്ന് ജീവിക്കട്ടെ, പട്ടി ചാണപടി ചത്തുപോവുകയും ചെയ്യും. ചെറിയ അജഗണമാണ് എപ്പോഴും കൃപയിൽ നിൽക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിലുള്ളവർ ഉത്തരവാദിത്തപൂർവമായ കൗദാശ ജീവിതത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഫാൻ ആൻഡ് ഫ്ലെയിംസ് എൻ്റെ കൈവെപ്പിലൂടെ, പറഞ്ഞേ
എന്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉടമ്പടി ചെയ്യണത് അതാണ്. നിന്റെ ജ്ഞാനസ്ഥാനത്തിലൂടെ ആയാലും നീ വിശ്വാസം സ്വീകരിച്ച ഒരു അവസ്ഥ, അതിനിപ്പോൾ ഒരു പ്രത്യേകമായ രീതി, നീ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നിൻ്റെ ആത്മരക്ഷയ്ക്ക് അച്ചാരമായി. അത് വിശ്വാസം മൂലമുള്ള നിൻ്റെ ജ്ഞാനസ്ഥാനമാണത്. പക്ഷേ അത് നീ എന്ത് ചെയ്യണം? അതൊരു കുടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെയും പണ്ടേ പഠിച്ചുണ്ടെങ്കിൽ ഒരു പറഞ്ഞ പോലെ പോരുത്. ആ കൃപയിൽ നിലനിൽക്കണം. അത് വീണ്ടും ഉജ്ജ്വലിപ്പിച്ച്, അത് പ്രോസസ് ആൻഡ് പ്രക്രിയയാണത്. വീണ്ടും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെക്ക് വിശ്വാസം നൽകിയിട്ടുള്ള വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. വിശ്വാസ ജീവിതത്തില് എന്നെ ബലപ്പെടുത്തണമേ. വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടി ലോകത്തിന്റെ ആൾക്കാരെ വൈറ്റാമിൻസാണ് കൊടുക്കണത്, അല്ലേ? നമ്മൾ ഡോക്ടറിനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചുമയും കൊരയൊക്കെ വന്ന് ന്യൂമോണിയ പനിയൊക്കെ വന്ന് പോകുമ്പോൾ ആശുപത്രി കിടന്നിട്ട് പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? അങ്ങേർക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ടോണിക്സ് നമുക്ക് തരും ഫ്രീ ആയിട്ട്. എന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് 2 സ്പൂൺ വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഒരു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ പറയും. അത് ശാരീരികമായ ആരോഗ്യമാണ്. നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് ഉള്ള ടോണിക്ക് വേറെയാണ്. അതിന് ബലം പ്രാപിക്കാനുള്ള ടോണിക്ക് വരും. ഇപ്പം മെർലിൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മുമ്മയും ഞാനുമായിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് വീട്ടിലെ. അമ്മുമ്മയും ഞാനും ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഗ്യാപ്പാണ്. ഇപ്പം ഞാനും അപ്പോച്ചനൊക്കെ ആയിട്ട് ഭയങ്കര ഏജ് ഗ്യാപ്പല്ലേ. ഞാൻ സിസ്റ്റർ കിടക്കുമ്പോൾ അപ്പോച്ചൻ ജനിച്ചിട്ടില്ല. അപ്പം അത്രയും ഏജ് ഗ്യാപ്പുണ്ട്. ഏജ് ഗ്യാപ്പ് എപ്പോഴും ഒരു സഫറിങ്ങിൻ്റെ വിഷയമാണ്. അപ്പം അമ്മുമ്മ പറയണത് ഒന്നും മെർലിന് മനസ്സിലാകത്തില്ല. അമ്മുമ്മ പറയണത് ഒന്നും മനസ്സിലാകത്തില്ല. അമ്മുമ്മയും മെർലിനുമായിട്ട് ഇടിയാണ്. എന്നിട്ട് നടുക്ക് നിൽക്കണം അമ്മ നിന്ന് ചുറ്റിത്തിരിക്കുകയാണ്. ഇപ്പം മെർലിൻ അവനെൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയണത്? അമ്മുമ്മ എന്ത് പറഞ്ഞാലും അമ്മുമ്മയെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. എപ്പോഴും എനിക്കെതിരെയാണ് അമ്മമ്മ സംസാരിക്കണത്. അല്ലാതെ ആ വായി നല്ലതൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അമ്മമ്മയെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചെന്ന്. ഇതാണ് വിഷയം. അതെന്ന് വെച്ചാൽ അമ്മമ്മയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉൾക്കൊള്ളാനും. ഇപ്പോൾ അപ്പനും പറഞ്ഞു, ഞാനും മെർലിൻ കൂടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അമ്മയെന്നാണ് അയാൾ പറയണത്, അമ്മുമ്മയെന്നാണ് ഇവൾ പറയണത്. അവരുടെ കാര്യമൊക്കെ നോക്കണത് ഞാൻ അച്ഛനും കൂടിയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരെ അതിലൂടെ ബലപ്പെടുകയാണ് ചെയ്യണത്. നമ്മൾ ആത്മീയ ബലം ആ രീതിയിൽ വരണതാണ്. നമ്മുടെ സഹനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ബലക്കുറവുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. അതാണ് കൊളോസ്യസ് 1:11 എടുത്ത്. കൊളോസ്യസ് 1:11 സന്തോഷത്തോടെ പറഞ്ഞു. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് വരകണ്ട? കേട്ടില്ലേ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാപവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പ്രാപിക്കാനാണ് എടുക്കണത്. ഉടമ്പടി എടുക്കണത് ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രക്രിയയിൽ സഹനമുണ്ട്, ക്ഷമയും ഉണ്ട്. മനസ്സിലായില്ലേ? കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹത്തെ പ്രതി എടുക്കണം. പിന്നെന്താണ്? ഒരു ക്ഷമയുമുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹനത്തിൻ്റെ ദീർഘക്ഷമ. സഹനം റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ഇത് ആരുടെ പേരിലാണ്? ക്രിസ്തുവിൻ്റെ പേരിലാണ് എടുക്കുന്നത്. ഉടമ്പടി ഒരു ജീവിതമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ്. ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാലത്ത് വേപതനായിരിക്കേണ്ടവനാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും, ബലം പ്രാപിക്കും. ദൈവത്തിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും ആ സഹനവും ക്ഷമയും നിങ്ങളെ ദൈവത്തിലുള്ള ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ വചനം ഇത്രയും നേരം കേട്ടതാണ്. ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ്. കർത്താവേ, അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ നാഥനും രക്ഷകനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ശിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവേ അവിടെ കൈകളെ കർത്താവ് നിന്റെ തിരുമുറ പാടുന്ന അണിപ്പെടുതാറുന്ന അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
അടിപ്പിണർ പോലെ വൈതാക്കാലം ദൈവികമായ സത്യം അവർക്ക് ആവശ്യിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെശുകളിലും രോഗാതുരമായ എല്ലാ പെശങ്ങളിലും കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Suck with the precious blood, Lord, and peace is spirit. I command you in the name of Jesus Christ to be healed. സ്തുതിക്കട്ടെ. കല്യാണം വിടുവിക്കാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ദുർനടപ്പുള്ളവർ, തെറ്റായ പ്രണയത്തിൽ പെട്ടുപോയവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത കേസിലായവർ, പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, മറ്റു തരത്തിലുള്ള കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ, വരുമാനത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചിട്ടുള്ളവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, അങ്ങനെ തിരുമുറവാർന്ന് വലതുകര മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീട് കർത്താവേ, ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, വരാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ ഒത്തുവരാത്ത കല്യാണങ്ങൾ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗങ്ങളുള്ളവർ, തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, വഴക്കുള്ളവർ, അതിഥി തർക്കമുള്ളവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന ഇടിമ കർത്താവിൻ്റെ വലിയ ശക്തി ഈ നിമിഷം ഇടപെട്ട് വരികയും മാരക രോഗങ്ങൾ, തീരാവേദിക ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തെ മാറിപ്പോകട്ടെ. ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് നാമത്തെ, പിതാവായുടെ നാമത്തെ വീണ്ടും എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ടാൻ നിൽക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളുടെ സ്വകാര്യമായ വിഷയങ്ങൾ, ഉടമ്പടി വെച്ചുപോയ കാര്യങ്ങൾ ഇപ്പോഴും നടക്കാത്തതുണ്ടെങ്കിൽ അത് മൗനമായിട്ട് ആരാധന പറയേണ്ട സമയമാണ്. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഈശോയ്ക്ക് സ്വീകാര്യമായൊരു ഭവനം, ദൈവത്തിൻ്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. അറിയിപ്പുകൾ ഒക്ടോബർ 26-ാം തീയതിയാണ് മാതാവിൻ്റെ ജപമാല റാലി. 26-ാം തീയതി 6 മണിക്ക് രാവിലെ ആരംഭിക്കും. ഇവിടുന്ന് അർത്തിങ്ക പള്ളിയിലേക്ക്. നമ്മൾ തീരദേശ റൂട്ട് വഴിയിൽ പോണത്, കടലോര റൂട്ട് വഴിയാണ് പോണത്. അതുകൊണ്ട് ആരും തീരദേശ റൂട്ടിൽ കയറി, പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ചില ആൾക്കാർ, സ്വന്തമായിട്ട് ആളിനെടുത്തി പോകും. അപ്പോൾ അതൊക്കെ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം പോലീസിന് കൊടുത്തിരിക്കുന്ന റൂട്ട് അനുസരിച്ച് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. റോഡിലെ ട്രാഫിക് എല്ലാം ഒഴിവാക്കി പൊതുജനങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പൊതുജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ ആർക്കും അവകാശമില്ല, നമുക്കും ഇല്ല അവകാശം. അതുകൊണ്ട് തന്നെ ജനങ്ങളില്ലാത്ത